everyone, it's me Sabitha Charles from Putturans. നമ്മൾ ഇന്ന് കാണുന്നത് റയോണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. ഇത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 139 rupees ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റയോണിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ പബ്ലിഷ് ആയി കഴിയുമ്പോൾ ഡാർക്ക് കളർ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഒരാൾ സ്ഥിരം കമൻറ്റ് ചെയ്യണത് കാണാറുണ്ട്. നമ്മളുടെ ഈ ഒരു ബാച്ചിൽ ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. എനിക്ക് കാണുമ്പോൾ കുറേ സങ്കടം തോന്നും, കാരണം എന്നും അടുക്കാണ്ട് ആൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി നെക്സ്റ്റ് എൻ്റെ പർച്ചേസിൽ നിങ്ങളുടെ ആവശ്യം എന്തായാലും ഞാൻ നോക്കി എടുക്കുന്നതായിരിക്കും. കാരണം ബ്ലാക്കിൽ ഡാർക്ക് കളറിൽ ചെറിയ പ്രിൻറ്റ് ഫോയിൽ പ്രിൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ വന്നിരിക്കുന്ന ഈ ബാച്ചിനകത്ത് എല്ലാം തന്നെ ലൈറ്റ് കളേഴ്സാണ് കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാണ്ട് കമൻറ്റ് കാണാത്തത് കൊണ്ടല്ല. അപ്പോൾ നെക്സ്റ്റ് ബാച്ചിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കിട്ടുമ്പോൾ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. റയോൺ തന്നെ ആയാലും ഒരു റയോൺ കോട്ടൺ ആയിട്ടുള്ള ഒരു മിക്സ് ആണ്. നമുക്കിങ്ങനെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ്. കോട്ടൻ്റെ ഒരു ഫീലിംഗ് തന്നെയാണ്. റയോൺ ഇട്ടാലും അങ്ങനെ ചൂടെടുക്കുന്ന തരത്തിലുള്ള ഫാബ്രിക് അല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോയിൽ പ്രിൻറ്റിൽ തന്നെ വന്നിട്ടുള്ള ലൈറ്റ് കളേഴ്സിലുള്ള ഫാബ്രിക് ആണ്. 139 rupees ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഇത് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. റീൽസ് നിങ്ങൾ തലേ ദിവസം കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഞാൻ വെയർ ചെയ്തതിൻ്റെ തന്നെ വേറെ ഒരു കളറാണ്. ഇത് ഇങ്ങനെ ഒരു തണ്ടും അതിനകത്ത് കുറച്ച് ലീവ്സും ഇങ്ങനെ പടർന്ന് കയറുന്ന പോലെ ഉള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഗോൾഡ് കളറിലുള്ള ഫോയിൽസ് ആണ് പോയിട്ടുള്ളത്. ക്ലോസ് വ്യൂവിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിങ്ക് കളറും അതുപോലെ തന്നെ ഒരു ക്രീം കളറിലുമുള്ള ഫാബ്രിക്കാണ്. ബേസ് കളർ ക്രീമാണ്, പിങ്ക് കളറാണ് ഇതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ആയതുപോലെ പോയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. ഈ അനാർക്കലിയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുന്നത് പാനൽ കട്ടുള്ള കുർത്തിയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, ചൂടെടുക്കില്ല, വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളും. ഇതിൻ്റെ തന്നെ വേറെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ, നമ്മൾ പിങ്കാണ് കണ്ടതെങ്കിൽ ഒരു പീച്ച്, ഒരു റെഡിഷ് കളറിലേക്കാണ് നെക്സ്റ്റ് വൺ പോകുന്നത്. പീച്ചല്ല, റെഡ് തന്നെ അങ്ങനെ പറയാം. ആ ഒരു കളറിലേക്കാണ് പോകുന്നത്. സെയിം ആ ഒരു ബേസ് കളർ സെയിം തന്നെയാണ് കേട്ടോ. ഇത് വരുന്നതും സെയിം ആ ഒരു പടർന്ന് കയറുന്നത് പോലെ ഇലയും തണ്ടൊക്കെ ആയിട്ടുള്ള പ്രിൻ്റ് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ. സോഫ്റ്റ് കളേഴ്സ് ആണ്. നമുക്കിനി ഹോട്ട് സീസൺ ആണല്ലോ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം അധികം തന്നെ എല്ലാ ഫാബ്രിക്കിലും ലൈറ്റ് കളേഴ്സിലേക്ക് പോയത്. കുറച്ച് ഇനിയിപ്പോൾ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അടുത്ത് തന്നെ പോകും. അപ്പോൾ ഡാർക്ക് കളർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അത് വന്നു കഴിയുമ്പോഴേക്കൊക്കെ നമ്മുടെ ഈ സീസൺ ഹോട്ട് സീസണൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങാവുന്ന പോലെയുള്ള വീഡിയോസ് ആയിരിക്കും പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അധികം തന്നെ ലൈറ്റ് കളേഴ്സാണ്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ ചെന്നിടത്തും ഇപ്പോൾ അധികം തന്നെ എല്ലാം ലൈറ്റ് കളേഴ്സിലായിരുന്നു. സീസൺ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ അവരും ഈ ലൈറ്റിലേക്കുള്ള പ്രിപ്പറേഷൻ നടത്തിയിരുന്നത്. ഇനി നമുക്ക് ജൂണിലൊക്കെ വരുമ്പോഴേക്കും നല്ല ഡാർക്ക് കളേഴ്സ് ഞാൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് കുറേ അജ്രക് ഡിസൈൻസ് ഉണ്ടായിരുന്നു കോട്ടണിൽ. ക്യാമ്പ്രിക്കിൽ തന്നെ ഒത്തിരി അജ്രക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യണ കണ്ടു, അജ്രക്കിൻ്റെ ഈ ഡാർക്ക് ഗ്രീന് ബ്ലൂ ഒക്കെ മാറ്റി പിടിക്കാനായിട്ട്. ആക്ച്വലി ഞാനും വീഡിയോ ചെയ്ത് ഞാനും ഒരു എന്താ പറയുക മടുപ്പുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് നിങ്ങളുടെ കമൻറ്റും കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കുറേ ഫ്ലവേഴ്സിനും ഫ്ലോറൽ പ്രിൻറ്റിലേക്കൊക്കെ പോയത്. ഇനിയും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇനി നെക്സ്റ്റ് പർച്ചേസിന് പോകുമ്പോൾ അധികം തന്നെ നമ്മൾ അജ്രക് പ്രിൻറ്റ് തന്നെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സ് കാണാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലേക്കാണ് പോകുന്നത്. ഒരു പീക്കോ ഗ്രീൻ എന്ന് പറയില്ല, ആ കളറിലേക്കാണ് പോകുന്നത്. സെയിം ഡിസൈൻ സെയിം തന്നെയാണ്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇത് ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള ഫോയിലല്ല, ഒരു ലൈറ്റ് ഗോൾഡ് കളറിലുള്ള ഫോയിലാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ആദ്യം കണ്ടത് കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡ് തന്നെയായിരുന്നു കേട്ടോ ഫോയിൽ. ഇത് വന്നപ്പോൾ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രൈപ്പ് പോലെ താഴോട്ട് പോകുന്ന പോലെ തന്നെയാണ് ഇത് വരുന്നത്. കോട്ടൺ റയോൺ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. ലാസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ് കേട്ടോ. അതിനകത്ത് അധികം കാണിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രേ കളറാണ്. പിന്നെ സ്മോക്ക് ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഫോയിൽ പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 139 rupees per meterലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ലൈനിങ് ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണേ. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8890602225 കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ നമ്പറാണ്. അപ്പോൾ അത് നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.